നാരീശക്തിയുടെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നാരീശക്തി കരുത്താകുന്ന കാഴ്ചകൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിനുശേഷമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രം സഫലമാക്കാൻ അവിടെ നാരീശക്തികൾ സ്വന്തം ജീവൻ വെടിയുന്നു, ചാവേറാകുന്നു. അങ്ങനെ നാരീശക്തിയുടെ രണ്ട് മുഖങ്ങൾ. ഓപ്പറേഷൻ ഖറൌഫ് 2 പാകിസ്ഥാനെ വിറപ്പിച്ചത് രണ്ട് വനിതാ ചാവേറുകൾ. പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ തങ്ങളുടെ രണ്ട് വനിതാ ചാവേറുകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇവരിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ ഖറൌഫ് 2 എന്ന പേര് സുരക്ഷാ സേനയ്ക്കെതിരെ ബലൂച്ച് വിമതർ അക്രമം അഴിച്ചുവിട്ടത്. സുരക്ഷാ ഏജൻസികൾ നടത്തിയ പ്രത്യാക്രമണങ്ങൾ 140 വിമതരെ പിടികൂടി എന്നാണ് വിവരങ്ങൾ. ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ബുക്തി അറിയിച്ചത് പ്രകാരം അങ്ങനെയാണ് വിവരങ്ങൾ. ബലൂചിസ്ഥാനിൽ വീണ്ടും സായുധ പോരാട്ടം ശക്തമാകുന്നു എന്ന് തന്നെ പറയാം. ആ പ്രദേശത്തെ പ്രബല സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണങ്ങളിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇത് ഒരു ദിവസം ഫുൾ ശനിയാഴ്ച വരെ നീണ്ടു നിന്നിരുന്നു. ബലൂചിസ്ഥാനിലെ നുഷ്കിയിലുള്ള ISA ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത BLA ചാവേറുകളായി എത്തിയ രണ്ട് യുവതികളുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ഇതിൽ 24 വയസ്സുകാരിയായ ആസിഫ മെങ്കൽ ISA ആസ്ഥാനത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തിയതായാണ് വിവരം. 2002 ഒക്ടോബർ 2 നുഷ്കിയിൽ ജനിച്ച ആസിഫ തന്റെ 21ാം ജന്മദിനത്തിലാണ് BLAയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡിൽ ചേരുന്നത്. മറ്റൊരു വനിതാ ചാവേറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും ആക്രമണത്തിന് മുൻപ് പാക് സർക്കാരിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. തോക്കുകളാന്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവർ പാകിസ്ഥാന്റെ ശക്തി വെറും അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളോടും കുട്ടികളോടും മാത്രമാണെന്നും തങ്ങളെ നേരിടാൻ അവർക്ക് ധൈര്യമില്ല എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടി ആരംഭിച്ചു. നുഷ്കി, ഹബ്, ചമൻ, ഗ്വാദർ തുടങ്ങിയ മേഖലകളിൽ നടത്തിയ 40 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷനിൽ 145 ഭീകരരെ വധിച്ചതായി ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഖറൌഫ് അഥവാ കറുത്ത കൊടുങ്കാറ്റ് എന്നാണ് ഈ ഓപ്പറേഷന് പേരിട്ടത്. ഈ ഓപ്പറേഷന്റെ 2ാം ഘട്ടമാണ് തങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിയത് എന്നാണ് BLAയുടെ അവകാശവാദം. സാധാരണ വേഷത്തിലാണ് ഭീകരർ എത്തിയത്. അവർ സ്കൂളുകളിലും ആശുപത്രികളിലും ബാങ്കുകളിലും അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു. ദശകങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ബലൂചിസ്ഥാൻ രാജ്യത്തെ ഏറ്റവും ദരിദ്രവും എന്നാൽ പ്രകൃതി വിഭവങ്ങളാൽ ഏറ്റവും സമ്പന്നവുമായ ഒരു പ്രവിശ്യയാണ്. തങ്ങളുടെ വിഭവങ്ങൾ പാകിസ്ഥാൻ കൊള്ളയടിക്കുന്നു എന്നാരോപിച്ചാണ് BLA പോലുള്ള സംഘടനകൾ സായുധ പോരാട്ടം നടത്തുന്നത്. അതേസമയം പാക് സൈന്യത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും ജനതയ്ക്കിടയിൽ വലിയൊരു പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയുടെയും അതിർത്തിയോട് ചേർന്നുള്ളതാണ് ഈ മേഖല. ഈ മേഖലയിലെ സംഘർഷം ഏഷ്യയിലെ തന്നെ സുരക്ഷാ സാഹചര്യങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് എന്നതും ശ്രദ്ധേയം. ആക്രമണങ്ങൾ നടത്തിയവരിൽ 2 വനിതകളുമുണ്ട് എന്ന് പാക് ആഭ്യന്തരമന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചാവേറുകാരിൽ ഒരാൾ 24കാരിയായ ആസിഫ മെങ്കാൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞു. ബലൂചിസ്ഥാനിലെ നുഷ്കി സ്വദേശിയായ ആസിഫ മുഹമ്മദ് ഇസ്മായിൽ എന്ന ഒരാളുടെ മകളാണെന്ന് BLA അറിയിക്കുന്നു. 2002 ഒക്ടോബർ 2 ജനിച്ച ആസിഫ BLAയുടെ മജീദ് ബ്രിഗേഡിൽ തന്റെ 21ാം വയസ്സിലാണ് ചേർന്നത്. 2024 ജനുവരിയിലാണ് ചാവേറാകാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച നുഷ്കിയിലെ ISA ആസ്ഥാനത്ത് ആക്രമണം നടത്തിയത് ആസിഫയാണ്. അതേസമയം 2ാമത്തെ വനിതാ ചാവേറിന്റെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അവർ ആക്രമണം നടത്തുന്നതിന് മുൻപുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ പറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BLA പുരുഷ ആയുധധാരികൾക്കൊപ്പം തോക്കേന്തി നിന്നിട്ടാണ് പാകിസ്ഥാൻ സർക്കാരിനെ പരിഹസിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഇവർ ഉള്ളത്. നമ്മൾ സ്വയം ഉണർന്നെഴുന്നേൽക്കേണ്ടതുണ്ട്. ബലൂച്ച് രാഷ്ട്രം ഉണർന്നെഴുന്നേൽക്കേണ്ടതുണ്ട്. നമ്മൾ തോളോട് തോൾ ചേർന്ന് നിൽക്കണം. ശത്രുക്കളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് വലിയ ശക്തിയില്ല. ശത്രുവിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല എന്ന് ബലൂച്ച് രാഷ്ട്രം മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ പോരാളികൾ അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്നു, സ്വയം പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ടും ചിലർ ഇപ്പോഴും കുറച്ചു പണത്തിനായി അവരെ വഞ്ചിക്കുന്നു എന്നാണ് യുവതി വീഡിയോയിൽ പറയുന്നത്. എന്തായാലും നാരീശക്തിയുടെ കരുത്തിന്റെ 2 മുഖങ്ങളാണ്. ഒന്ന്, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി അവർ സ്വയം ജീവൻ ബലിയർപ്പിച്ച് ചാവേറുകളാകുമ്പോൾ ഭാരതത്തിലെ നാരീശക്തി എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ എതിർത്ത് പാകിസ്ഥാനോടൊപ്പം പോരാടി നിൽക്കുന്ന സ്ത്രീ കരുത്താണ്. എന്തായാലും സ്ത്രീ ശക്തിയുടെ രണ്ടും സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടി പൊരുതുന്ന സ്ത്രീ ശക്തിയുടെ ശക്തിമത്തായ ഭാവങ്ങളാണ് ഈ സ്ത്രീകളിലൂടെ ഇന്ന് ലോകം കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.